ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പോൾ നമ്മുടെ സാധാ മന്തി പോലെയല്ല, ഇത് കുറച്ച് നല്ല മസാലയെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ റൈസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ കളറും അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നോർമലി വീട്ടിലെ മസാലകളും മറ്റും ചേർത്തിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കും അറിയിക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കണ്ടില്ല, റൈസൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് മസാല നല്ല ആവശ്യത്തിന് ഉണ്ടെന്താനും. അപ്പം നമുക്ക് ഈ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ചിക്കൻ ക്യൂബ്സാണ്, മാഗി ക്യൂബ്സ്. അത് ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം അടിക്കാം. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ വരെ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ പൊടിച്ച് തയ്യാറാക്കിയ ഒരു മസാലക്കൂട്ടാണ്, അതും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം, അതും കൂടി കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മാഗി ക്യൂബ്സിൽ ഉപ്പുണ്ട്, അതും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഇതിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കന് ഒന്ന് ഇതിലേക്കിട്ട് മസാല നന്നായി തേച്ച് പിടിപ്പിച്ച്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, ഒരു പിടി മല്ലിച്ചപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മസാലയെല്ലാം ചിക്കനിൽ നന്നായി പിടിക്കണം. അപ്പോൾ ഫോർക്ക് കൊണ്ടൊന്ന് നമുക്ക് കുത്തിയിട്ട് കൊടുക്കണം, പറയാൻ വിട്ടതാണ്. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ചിക്കനുള്ളിലേക്ക് നന്നായി മസാല പിടിക്കും. അപ്പോൾ മല്ലിച്ചപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനിത് ഒരു 1/4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന്. ഇത് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കന് ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെന്ത് കിട്ടാനുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കനെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം മസാല ഒന്ന് നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്കെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം, എന്നാലേ ആ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കും. അപ്പം ഇനി നമുക്ക് റൈസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ റൈസിലേക്ക് ആവശ്യമായ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഒരു ഉണക്ക നാരങ്ങയും, പിന്നെ വേണ്ടത് ഇനി നമ്മുടെ റൈസിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ സ്പൈസസും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിന്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ റൈസും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ റൈസിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കാരണം റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് ഇത് ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മന്തീൻ്റെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലേ, ഗ്രേവിയെല്ലാം നന്നായി കുറുകിയിട്ടെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ചിക്കന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ മസാലയിലേക്കാണ് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവി മസാലയാണ്. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് ആ മസാലയിലേക്ക് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. കുറച്ചായിട്ട് തട്ടിക്കൊടുക്കാം. സാധാ മന്തി എന്ന് വിചാരിച്ചാൽ നമുക്ക് റൈസിലധികം മസാലകൾ ഉണ്ടാവില്ല. അപ്പോൾ ആ റൈസ് കഴിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നമുക്ക് നല്ല റൈസിന് നല്ല മസാലകൾ ഉണ്ട്. നമ്മുടെ ചിക്കനിൽ ഇട്ട മസാലയാണ് നമ്മുടെ ചോറിലേക്ക് വരുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുമ്പോൾ ആ റൈസിലേക്ക് മൊത്തമായിട്ട് നമുക്കുണ്ടാവും. അപ്പോൾ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ റൈസിൽ നമ്മൾ ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചിക്കനും കൂടി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക്
2-3 പച്ചമുളക് എടുത്തും കൂടി കുത്തി വെച്ച് കൊടുക്കുക. ചാർക്കോളില്ല, അതുകൊണ്ട് തന്നെ ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വരെ ചെറിയ തീയിൽ നമുക്കൊന്ന് ഈ റൈസെല്ലാം ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ റൈസെല്ലാം ആവിയെല്ലാം കയറി ചൂടായി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് കുഴച്ച് നോക്കാം. കണ്ടില്ലേ, മസാലയെല്ലാം അടിപൊളിയായിട്ട്, റൈസിന് നല്ല അടിപൊളി, നല്ല വേറെ ഒന്നും സൈഡൊന്നും വേണ്ടാണ്ടാണ് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. നല്ല ആ ക്യാപ്സിക്കും അതൊക്കെ ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ റൈസിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ചാനലൊന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.